വൈകുന്നേരം ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ആരംഭിച്ചത്. ഏതാണ്ട് 6 മണി 6:15 ആ ദൗത്യം പൂർത്തിയാക്കി ആനയെ വാഹനത്തിനുള്ളിലേക്ക്, ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ ഏറെ ബുദ്ധിമുട്ടി എന്നതാണ്. കാരണം മയക്കുവെടി ഒരു റൗണ്ട് ഏറ്റപ്പോൾ തന്നെ ആന മയങ്ങി തുടങ്ങി. പിന്നീട് കയർ ഉപയോഗിച്ച് ആനയെ ബന്ധിച്ചു. അതിനുശേഷമാണ് ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. പക്ഷേ ആനയുടെ വായിലെ മുറിവ് അത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. താടിയലിലാണ് പൊട്ടലുണ്ടായിരുന്നത്. അവിടെ വ്രണമായി മാറി. അവിടെ ഡോക്ടർമാർ മരുന്നുകളൊക്കെ വെച്ചു, പ്രാഥമിക ശുശ്രൂഷ നൽകി. പക്ഷേ ആനയെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് ആന വീഴുകയാണ് ഉണ്ടായത്. ആനയുടെ മുൻകാലുകൾ മടങ്ങിപ്പോയി. പിന്നെ ആനയെ തള്ളി ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെയും ആന കിടന്നുപോയി. പിന്നീട് അതിനെ ചെരിച്ചു കിടത്തി. പിന്നീട് അതിനെ എണീപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പ്രതികരിച്ചില്ല. പിന്നീട് ഈ ആനിമൽ ആംബുലൻസ് ഉള്ളിൽ വെച്ച് ചില ശുശ്രൂഷകളൊക്കെ നൽകി. ഗ്ലൂക്കോസ് അടക്കം ആനയ്ക്ക് കുത്തിവെച്ചു. പക്ഷേ ഇപ്പോഴും അതിനുശേഷമാണ് ആനയെ ആറളത്തെ RRT സംഘത്തിൻ്റെ ഓഫീസിലേക്ക് മാറ്റിയത്. അവിടെ ആണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത്. പക്ഷേ ആന കൂടുതൽ പ്രതികരിക്കുന്നില്ല. നേരത്തെ തന്നെ വനം വകുപ്പ് വ്യക്തമാക്കിയിരുന്നു, ആന ഈ പറയുന്ന രീതിയിൽ ചികിത്സ നൽകിയാൽ കൂടി അത് അതിജീവിക്കാൻ വളരെ പ്രയാസമാണ് എന്ന്. ഏതായാലും ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആനയുള്ളത്. ഇന്ന് രാവിലെയാണ് ആനയെ ഈ പ്രദേശത്ത് കണ്ടത്. പിന്നീട് അതൊരു ജനവാസ മേഖലയിലേക്ക്, കരിക്കോട്ടക്കരയിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും പിന്നീട് അവിടെ നിലയുറപ്പിക്കുകയുമാണ് ഉണ്ടായത്. 3 വയസ്സ് മാത്രം പ്രായമുള്ള പിടിയാനയാണ്. ഏതായാലും ആനയുടെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്.